അല്ല, കേന്ദ്രം തരുന്നൊക്കെ വാങ്ങിക്കാം, കുഴപ്പമില്ല. തന്നാ വാങ്ങിക്കാം, തരുന്നില്ലെന്നാണ് ഞങ്ങളുടെ പരാതി. തരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ ആര് ഓസിന് തന്നാലും നശിപ്പിക്കാൻ പറ്റില്ല. അതിനെ നഷ്ടത്തിൽ ഓടിച്ചും ഞാൻ എൻ്റെ ഒരു പ്രൗഢിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന പരിപാടിയില്ല. അങ്ങനെ ഗവൺമെന്റിന് അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ച് സൽപ്പേര് എടുക്കേണ്ട കാര്യം ഗവൺമെന്റിന് ഇല്ല. സത്യം ഇല്ല, വെട്ടിയൊന്നും കുറയ്ക്കത്തില്ല. നഷ്ടമില്ലെങ്കിൽ ആളുണ്ടെങ്കിൽ ഒരിക്കലും കുറയും. ആളില്ലെങ്കിൽ ആ ബസ്സിൽ കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ കാണും. അല്ലെങ്കിൽ ആ കളക്ഷൻ കൂട്ടാൻ പറ്റിയ എന്തെങ്കിലും മാർഗം ആരെങ്കിലും പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ പോയാൽ ചിലപ്പോൾ കളക്ഷൻ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ വൈകി പോയാൽ കുറച്ചുകൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ടോട്ടലായിട്ട് കട്ട് ചെയ്ത് കളയത്തില്ല. ചില റൂട്ടുകളെ ചിലപ്പം മറ്റ് വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത റൂട്ടുകൾ ഉണ്ടാവും, അവിടെ ചിലപ്പം നഷ്ടത്തിലാകാം. പക്ഷേ അതൊന്നും നിർത്തില്ല. അങ്ങനെയൊന്നും ക്രൂരമായ നടപടികളൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ നാട്ടിലും ഇതേ പ്രശ്നമുണ്ട്. ഒരിക്കലും ചെയ്യില്ല. അതൊക്കെ കൈമുടക്കൊന്നുമില്ലല്ലോ. അത് ടൂറിസം ഓപ്പറേഷൻ നടത്തും. നാളെ അത് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ടൂറിസം ഓപ്പറേഷനാണ് അത് പോയി. അല്ലാതെ നമ്മളതൊരു ട്രിപ്പായിട്ട് അടിക്കാൻ പറ്റില്ല. കാരണം അത് ഇതുപോലെ 10 രൂപയ്ക്ക് പോട്ടെ എന്ന് പറയാൻ അത് ടൂറിസം ഓപ്പറേഷനായിട്ട് തിരുവനന്തപുരം കാണാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് പോകാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റിയുള്ള ഒരു അട്രാക്ഷൻ, ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്മാർട്ട് സിറ്റി അട്രാക്ഷൻ എന്നുള്ളതില്ല. അല്ലാതെ അതൊരു അത് ലാഭകരമാകും. കാരണം എന്ന് വെച്ചാൽ ടൂറിസം ഓപ്പറേഷൻ ആകുമ്പോൾ വേറൊരു താരിഫാണ്. അല്ല, അതിലും 2 രൂപയ്ക്ക് ആൾ പോക്കട്ടെ എന്ന് ഗണേഷ് കുമാർ പറയാൻ പറ്റും. അത് പറ്റില്ല, ഞാൻ പറയത്തില്ല. ആ പഴയ ഡബിൾ ഡെക്കർ വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യും. കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഷിഫ്റ്റ്, ടൂറിസം അട്രാക്ഷനുള്ള വേറെ സ്ഥലത്തേക്ക്. 15 വർഷം കഴിയാത്തൊരു വണ്ടിയുടെ മേളിൽ വെച്ച് കട്ടിയാണോ? എല്ലാം കൂടെ എൻ്റെ അടുത്ത് തന്നെ പറയാൻ പറ്റും. ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പദ്ധതി മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയായിട്ടൊക്കെ പദ്ധതി ഉണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുമതി എനിക്കുണ്ട്. ഞാൻ അതനുസരിച്ച് ചില പരിപാടികൾ നോക്കുന്നുണ്ട്. അതിനൊരു ഉറപ്പ് പറയാറായിട്ടില്ല.